ചൈനീസ് ഇറക്കുമതികൾക്ക് മുകളിൽ അമേരിക്ക ഉയർന്ന താരിഫ് ഏർപ്പെടുത്തിയതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സെക്ടറായി മാറിക്കഴിഞ്ഞു ഇലക്ട്രോണിക്സ് സെക്ടർ. ചൈനീസ് ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയുടെ ഒരു പ്രധാന ബദലായി മാറിയിരിക്കുകയാണ് ഇന്ത്യൻ ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രി. ഇവിടെ ചൈനയുടെ താരിഫ് പ്ലാനുകൾ ഇന്ത്യൻ ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിയുടെ ഷോർട്ട് ടൈമിലും ലോങ് ടൈമിലേക്കുമുള്ള വളർച്ചയുടെ പിന്നിലെ പ്രധാന ട്രിഗറായി പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്. റീസെൻ്റ്ലി അമേരിക്ക ഇന്ത്യക്ക് മുകളിൽ റെസിപ്രോക്കൽ താരിഫ് ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ 90 ദിവസത്തേക്ക് താൽക്കാലികമായി ഈ റെസിപ്രോക്കൽ താരിഫ് ഏർപ്പെടുത്തിയത് നിർത്തലാക്കുകയും ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ അമേരിക്കയിലേക്കുള്ള എക്സ്പോർട്ട് അതിൻ്റെ ഏറ്റവും ഉയർന്ന ലെവലിലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. ചെന്നൈ എയർപോർട്ട് വഴിയുള്ള കസ്റ്റംസ് ക്ലിയറൻസ് 4 മണിക്കൂറായി കുറയ്ക്കുകയും ചെയ്തു. ഇതുവഴി മെയ് മാസം വരെയുള്ള അമേരിക്കൻ കമ്പനികളുടെ ഓർഡറുകൾ വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ ഇന്ത്യൻ കമ്പനികൾക്ക് സാധിച്ചേക്കും. ഇതോടൊപ്പം തന്നെ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര ചർച്ചയിൽ ഏർപ്പെട്ട് താരിഫുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ ഉറപ്പാക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇത് ചൈന ഒഴികെ വിയറ്റ്നാം, മെക്സിക്കോ തുടങ്ങിയ പ്രധാന കോമ്പറ്റീറ്റേഴ്സിനെ മറികടക്കാനും ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിയെ സഹായിച്ചേക്കും. പ്രധാനമായും ഡിസ്പ്ലേ മൊഡ്യൂളുകൾ, ക്യാമറ മൊഡ്യൂളുകൾ, PCB തുടങ്ങിയ ഘടകങ്ങളാണ് അമേരിക്കയിലേക്ക് ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്നത്. ഈ സെക്ടറിൽ കൂടുതൽ എക്സ്പോർട്ട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീമും ഗവൺമെൻറ് ഉടൻ തന്നെ പ്രഖ്യാപിച്ചേക്കും. അതോടൊപ്പം തന്നെ ലോങ് ടൈമിൽ ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിയെ ഫോക്കസ് ചെയ്യേണ്ടതിന് പിന്നിലെ പ്രധാന കാരണം സെമി കണ്ടക്ടർ പോലുള്ള കോംപ്ലക്സ് ഇലക്ട്രോണിക്സ് പ്രൊഡക്റ്റുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിന് വേണ്ടി പല കമ്പനികളും മാനുഫാക്ചറിംഗ് പ്ലാന്റുകൾ തുടങ്ങിക്കഴിഞ്ഞു. ഇത് ലോങ് ടൈമിലും ഇലക്ട്രോണിക് സെക്ടറിൻ്റെ വളർച്ച ഉറപ്പാക്കുന്ന പ്രധാന ഘടകമായി പ്രവർത്തിച്ചേക്കും. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിൽ ആപ്പിൾ, സാംസങ് പോലുള്ള പല ഇൻ്റർനാഷണൽ കമ്പനികളും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും. ആൾറെഡി ആപ്പിൾ, സാംസങ് പോലുള്ള പല കമ്പനികളുടെയും അസംബ്ലിംഗ് ഹബ്ബായിട്ടാണ് ഇന്ത്യ പ്രവർത്തിക്കുക. ചൈനയ്ക്ക് മുകളിലുള്ള ഉയർന്ന ഇമ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ മൈക്രോ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സെഗ്മെൻറ്റിലേക്കും ഇന്ത്യൻ കമ്പനി അല്ലെങ്കിൽ ഇന്ത്യ വളരാൻ സാധ്യതയുണ്ട്. ഈ ഒരു ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിൽ 2030 ആകുമ്പോഴേക്കും ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിയിലെ എക്സ്പോർട്ട് $140 ബില്യൺ നിന്നും $500 ബില്യൺ വളരുമെന്നാണ് അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നത്. മൊബൈൽ ഫോൺ സെഗ്മെൻറ്റ് മാത്രം $100 ബില്യൺ റവന്യൂ ജനറേറ്റ് ചെയ്തേക്കാം. ഈ ഫാക്റ്റുകൾ വരും സമയങ്ങളിൽ ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിക്ക് പിന്നിലെ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിയുടെ വളർച്ചയ്ക്ക് പിന്നിലെ ഒരു പ്രധാന ട്രിഗറായും പ്രവർത്തിച്ചേക്കും. ഇലക്ട്രോണിക്സ് സെക്ടറിൻ്റെ വളർച്ചയുടെ ബെനിഫിറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള ചില സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം. ഒന്നാമത്തെ സ്റ്റോക്ക് ഡിക്സൺ ടെക്നോളജി. ഡിക്സൺ ടെക്നോളജി കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 15,300 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്തു. ഇലക്ട്രോണിക്സ്, മൊബൈൽ, ഇലക്ട്രോണിക്സ് എക്യുപ്മെൻറ്റ് മാനുഫാക്ചറിംഗ് തുടങ്ങിയ സെക്ടറുകളിൽ മുൻനിരയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ കമ്പനിയാണ് ഡിക്സൺ ടെക്നോളജി. ഡിക്സൺ ടെക്നോളജി പല പ്രശസ്ത മൊബൈൽ കമ്പനികൾക്ക് വേണ്ടിയുള്ള മൊബൈലുകളും മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റ് മാനുഫാക്ചറിംഗ് കമ്പനി കൂടിയാണ്. ഇവിടെ കമ്പനിയുടെ മൊബൈൽ ക്ലയൻറ്റുകളിൽ ഉണ്ടായിരിക്കുന്ന എണ്ണത്തിൻ്റെ വർധനവ് വരും സമയങ്ങളിൽ കമ്പനി നേടാൻ പോകുന്ന വളർച്ചയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. 2025 ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ 3ലും മികച്ച പെർഫോമൻസ് ആയിരുന്നു കമ്പനി കാഴ്ചവെച്ചത്. കമ്പനിയുടെ റവന്യൂവിൽ 117%, എബിറ്റയിൽ 112% വളർച്ച കമ്പനി കൈവരിക്കുകയും ചെയ്തു. കൂടാതെ ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷനിലും കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. 2026 ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ 1ഓടുകൂടി ഡിസ്പ്ലേയുടെ പ്രൊഡക്ഷനും കമ്പനി ആരംഭിക്കാൻ പോവുകയാണ്. കൂടാതെ ഇലക്ട്രോണിക്സ് എക്യുപ്മെൻറ്റുകളുടെ പ്രൊഡക്ഷനും കമ്പനി ആരംഭിച്ചു കഴിഞ്ഞു. ഇവിടെ കമ്പനിക്ക് ലഭിച്ചുകൊണ്ടിരുന്ന പല PLI സ്കീമുകളുടെയും കാലാവധി അവസാനിക്കാൻ പോകുന്നത് കമ്പനിയുടെ പ്രോഫിറ്റ് മാർജിനിൽ ചിലപ്പോൾ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും കമ്പോണൻ്റ് PLI സ്കീം വഴി കമ്പനിക്ക് പുതിയ പല PLI സ്കീമുകളും ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 2024-27 ഫിനാൻഷ്യൽ ഇയറിൽ 60% CAGR കൂടിയുള്ള പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഗ്രോത്താണ് ഈ കമ്പനിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പല അനലിസ്റ്റുകളും ഡിക്സൺ ടെക്നോളജിക്ക് ബൈ എന്ന റേറ്റിംഗും 2,500 രൂപ വരെയുള്ള ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും ലോങ് ടൈമിൽ 30% അപ്സൈഡ് പൊട്ടൻഷ്യൽ. ഡിക്സൺ ടെക്നോളജി എന്ന സ്റ്റോക്കിനെ ഷോർട്ട് ടൈമിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ലോങ് ടൈമിലേക്ക് നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സെഗ്മെൻറ്റിലെ ഒരു സ്റ്റോക്കാണ് കെയ്ൻസ് ടെക്നോളജി. കെയ്ൻസ് ടെക്നോളജിക്ക് അമേരിക്ക, യൂറോപ്പ്, ദക്ഷിണേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലും എക്സ്പോസർ ഉണ്ട്. കൂടാതെ ഉയർന്ന ബിസിനസ് മാർജിൻ കമ്പനി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുമുണ്ട്. റീസെൻ്റ്ലി 23 ബില്യൺ രൂപ സെമി കണ്ടക്ടർ പ്രോജക്റ്റുകൾക്ക് വേണ്ടി കമ്പനി നീക്കിവെക്കുകയും അതായത് സെമി കണ്ടക്ടർ പ്രോജക്റ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള CAPEX വിഭാഗത്തിൽ കമ്പനി നീക്കിവെക്കുകയും ചെയ്തു.
ഇലക്ട്രിക് വെഹിക്കിൾസ്, എയറോസ്പേസ്, ഓട്ടോമോട്ടീവ്, ഇൻഡസ്ട്രി തുടങ്ങിയ സെക്ടറുകളിൽ നിന്നും 2026 ഫിനാൻഷ്യൽ ഇയറിലെ 2025 ഫിനാൻഷ്യൽ ഇയറിലെ Q4ലും 2026 ഫിനാൻഷ്യൽ ഇയറിലെ Q1ലും കമ്പനിക്ക് മികച്ച ഓർഡറുകൾ ലഭിച്ചിട്ടുണ്ട്. പ്രധാനമായും സ്മാർട്ട് മീറ്ററുകൾ, സെമി കണ്ടക്ടർ പ്രോജക്റ്റുകൾ എന്നിവയാണ് ഈ സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റേഴ്സിനെ ആകർഷിക്കുന്ന ഏറ്റവും പ്രധാന ഫാക്ടറുകൾ. 2024-27 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ റവന്യൂവിൽ 56%, എബിറ്റയിൽ 62%, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ 68%-ഓളവും വളർച്ച മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കെയ്ൻസ് ടെക്നോളജി എന്ന സ്റ്റോക്കിന് അനലിസ്റ്റുകൾ 6,400 രൂപയുടെ ടാർഗറ്റാണ് നൽകുന്നത്. സ്റ്റോക്ക് 5,635 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും 13% അപ്സൈഡിലുള്ള പൊട്ടൻഷ്യൽ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.